ഇന്ന് നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി 8 ഓനിയൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് ഓനിയൻ, 2 തക്കാളി, 2 പച്ചമുളക്, 2 തുണ്ട് ഇഞ്ചി കഷ്ണം, ഒരു 15-20 വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഓനിയൻ ആണെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് 1.5 കിലോ ചിക്കൻ നമുക്കെടുക്കാം. ചിക്കൻ എടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പോട്ട് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ഉടനെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളിയാണെങ്കിൽ, വലിയ ഉള്ളിയാണെങ്കിൽ നമുക്ക് 2 പിടി എടുത്ത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കണം. മാറ്റി വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ചിക്കൻ കറി ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പോവുക. ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനതൊന്ന് എടുത്ത് മാറ്റി വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് കടുക്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചുമന്ന് വന്നതിന് ശേഷം പച്ചമുളകും ബാക്കി സവാള, വലിയ ഉള്ളി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ബാക്കിയുള്ള സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിന് വേണ്ടി നമുക്ക് 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതൊന്ന് ഫ്രൈ ആയി വരും. ഇതിലേക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഫ്രൈ ആയി. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതൊന്ന് വെന്ത് വന്നു. ഇതിലേക്ക് 3 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഒന്ന് കടഞ്ഞു കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂണ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തു, ഒന്ന് കടഞ്ഞു കൊടുത്തു. ഇതിലേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് വെച്ച് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഒന്ന് ചിക്കനിലേക്ക് 1 സ്പൂണ് പെപ്പർ പൗഡർ ഇടുന്നുണ്ട്, 1 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കണം, അതുകൊണ്ട് ഉപ്പിടുന്നുണ്ട്. ഇട്ട് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേവിക്കണം. അതൊന്ന് ചൂടായി ഇച്ചിരി വെന്ത് വരുമ്പോൾ നമ്മളൊന്ന് കടഞ്ഞു കൊടുക്കാം. ഇതിനൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കടഞ്ഞു കൊടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് വറുത്ത് കോരി മാറ്റി വച്ചേക്കുന്ന ഓനിയൻ ഫ്രൈ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ബിരിയാണി ഇല എന്ന് പറയും ചില സ്ഥലങ്ങളിൽ രമ്പ ഇല എന്ന് പറയും. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിക്കാം. ഇത് ചിക്കൻ ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. നന്നായിട്ട് ഒരു 15 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അതിലേക്ക് മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിരിക്കും.